ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 91-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആയിരത്തി 1991 എൽസി ക്രിസ്ലർ രൂപം കൊടുത്ത ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് പോപ്കെ. 2002 ലോകത്തിലെ തന്നെ മികച്ച ഒരു കാർട്ടൂൺ കഥാപാത്രമായി പോപ്കെ മാറുകയാണ് ചെയ്യുന്നത്. ഈ കഥാപാത്രം ഒറ്റക്കണ്ണുള്ള ഒരു നാവികനാണ്. അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒറ്റക്കണ്ണുള്ള ഈ നാവികൻ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. വളരെ പ്രത്യേകമായിട്ട് സഹപാഠികളുടെ നിന്ദനങ്ങളും അവഹേളനങ്ങളുമൊക്കെ അദ്ദേഹത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ശക്തി ക്ഷയിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരാറുണ്ടായിരുന്നു. ഈ അവസരത്തിൽ അദ്ദേഹം ചെയ്യാറുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. പോക്കറ്റിൽ സ്പിനാച്ച് സൂക്ഷിച്ചിരുന്നു. സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ ഒരുതരം ചീരയുടെ വിത്തുകളാണ്. ഇനി താൻ ദുർബലനാകുന്ന നിമിഷങ്ങളിൽ, ശക്തി ക്ഷയിക്കുന്ന നിമിഷങ്ങളിൽ ഈ സ്പിനാച്ച് ഒരു പാക്കറ്റ് എടുത്ത് അദ്ദേഹം കഴിക്കുമായിരുന്നു. സ്പിനാച്ച് കഴിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മസിലുകളൊക്കെ കരുത്തുള്ളതായിട്ട് മാറുന്നു. പിന്നെ ഭയങ്കര ശക്തി അദ്ദേഹം സ്വീകരിക്കുന്നു. തൻ്റെ പോരാളികളോട് എതിരാടി അവരെയൊക്കെ നേരിട്ട് വിജയം വരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെയാണ് എൽസി ക്രിസ്ലർ അവതരിപ്പിച്ചത്. ഇനി ഈ ഒറ്റക്കണ്ണുള്ള ഈ നാവികനായ ഈ കാർട്ടൂൺ കഥാപാത്രത്തിന് അവഹേളനങ്ങളും തിക്താനുഭവങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ, എല്ലാം തകർന്നടിഞ്ഞു എന്ന് വരുന്ന സമയത്തൊക്കെ അവസാന നിമിഷം ചെയ്യാനുള്ള ഒരേ ഒരു കാര്യമായിരുന്നു ഈ സ്പിനാച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ശ്രമിക്കാം. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നിസ്സഹായതയിൽ തളർന്നു വീഴുന്നവർ ധാരാളമാണ് നമ്മുടെയൊക്കെ ചുറ്റുവട്ടം. നമുക്കറിയാം, കോവിഡിൻ്റെ സമയത്ത്, പ്രത്യേകിച്ച് 2020-21 കാലഘട്ടങ്ങളിൽ കോവിഡ് ഇങ്ങനെ ലോകമെങ്ങും പടർന്നു പിടിക്കുന്ന സമയത്ത് ഇറ്റലിയിലെ ജനങ്ങൾ കുറച്ചു പേരൊക്കെ വലിയ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് അവരുടെ കറൻസിയൊക്കെ തെരുവീഥികളിലേക്ക് വലിച്ചെറിയുന്ന രംഗങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയി. ഇനി ഒരു പ്രതീക്ഷയില്ല, എപ്പോൾ വേണമെങ്കിലും മരണം വരാം, ഈ ലോകത്തിന് ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമില്ല. അങ്ങനെ നിസ്സഹായതയിലൂടെ പോയി കഴിയുമ്പോൾ ഉള്ളതെല്ലാം വലിച്ചെറിയുന്ന ജനങ്ങളുടെ ഒരു മനോഭാവം. അതെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ തളർന്നിരിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ അവരുടെ ജീവിതം ഇങ്ങനെ മരവിച്ച് മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇങ്ങനെ തളർന്നു വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഈ തളർന്നു വീഴുന്ന സാഹചര്യങ്ങളിൽ ജീവിതത്തെ എങ്ങനെയാണ് അതിജീവിക്കുവാൻ, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് സാധ്യമാവുക? ദാവീദ് മഹാരാജാവിൻ്റെ ജീവിതത്തിലേക്ക് ചെന്നാൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ അദ്ദേഹം എന്തായിരുന്നു ചെയ്തിരുന്നു എന്ന്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 77-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് ചെയ്ത ആ പ്രവൃത്തികൾ, നല്ല നല്ല പ്രവൃത്തികളൊക്കെ അദ്ദേഹം അനുസ്മരിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ തകർച്ചയുടെ, ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ. തകർച്ചയുടെ, ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ
എല്ലാം മറക്കാനുള്ള ഒരു പ്രവണതയാണ് സാധാരണഗതിയിൽ നമ്മൾക്കൊക്കെ ഉണ്ടാവുക. നാം എന്താണ് മനസ്സിൽ എപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്, അതനുസരിച്ച് ജീവിതം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, മനസ്സിൽ തകർച്ചയുടെ നിസ്സഹായതയുടെ സമയങ്ങളിൽ തിക്താനുഭവങ്ങൾ മാത്രം ഇങ്ങനെ മനസ്സിൽ പേറിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധ്യമല്ല. അതനുസരിച്ച് നമ്മുടെ മനസ്സ് വലിയ പ്രതികൂലമായ വേദനയിലൂടെ കടന്നു പോകുന്നു. ശരീരത്തിന് അധികമൊന്നും ചെയ്യാനായിട്ട് പ്രതികരിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ, ശരീരവും ക്ഷീണിച്ച് ക്ഷയിച്ചു പോകുന്ന അവസ്ഥ. വിലാപങ്ങളുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ പ്രസക്തമാണ്. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അത് എനിക്ക് പ്രത്യാശ പകരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, തകർച്ചയുടെ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ ഒരേ ഒരു കാര്യം ഓർത്താൽ മതി: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്ന്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വലിയ തകർച്ചയിലൂടെ, ദുഃഖങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളായിരിക്കാം, കുടുംബങ്ങളായിരിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, അങ്ങനെ കടന്നു പോകുന്ന അവസരങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ച് ഓർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഓർത്ത് സാധിച്ച് പ്രാർത്ഥിച്ച വ്യക്തികളില്ലേ? അങ്ങനെ ശക്തി സ്വീകരിച്ച വ്യക്തികളില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള ദുഃഖങ്ങളിലൂടെ ഞാൻ കടന്നുപോയി, പക്ഷേ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ചെയ്തെടുക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ കൃപ എന്നും ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം നമുക്കറിയാം. അവരിങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആ നിമിഷങ്ങളിൽ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു, മേഘസ്തംഭവുമായിട്ടും ദീപസ്തംഭവുമായിട്ടൊക്കെ. അങ്ങനെ അവരെ ദൈവം ആനയിക്കുകയാണ് ചെയ്യുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ ദൈവം ശക്തമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ് ചെയ്യുന്നത്. അവരെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവം. അതേ പ്രിയപ്പെട്ടവരെ, തളർച്ചയുടെ നിസ്സഹായമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പം നാം ചെയ്യേണ്ടതെന്താ? മനസ്സ് മരവിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കുവാനായിട്ട് പാടില്ല. കാരണം എന്താ? വചനത്തിൽ നാം കേട്ടു, കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഒക്കെ ഓർമ്മ വലിയ ബുദ്ധിമുട്ടുള്ള ഓർമ്മകളാ, അത് ശരീരത്തെ ക്ഷയിപ്പിച്ച് കളയുന്നു എന്ന്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഓർമ്മകളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഒന്ന് പോസ് ചെയ്യാൻ, എൻ്റെ ദൈവം അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന ചിന്തയോടുകൂടെ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് പറ്റുക. ആ ദൈവം എന്നെ കൈപിടിച്ച് നടത്തും, എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ബോധ്യം. ഞാൻ ഓർക്കുന്നു, എൻ്റെ വീട് മലബാറിലാണ്. അപ്പച്ചനും അമ്മച്ചിയും അതോടൊപ്പം എനിക്കൊരു പെങ്ങളുമുണ്ട്. ചെറുപ്പത്തിൽ തന്നെ വൈദികനാകണമെന്ന വലിയ ഒരു ആഗ്രഹമുണ്ടായി. സെമിനാരിലൊക്കെ ചേർന്നു. ആ ചേർന്ന കാലഘട്ടങ്ങളിലൊക്കെ വലിയ വിഷമമുണ്ടായിരുന്നു. കാരണം എന്താ? മാതാപിതാക്കളുടെ അവരുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഞാനല്ലേ ചെയ്യേണ്ടത്, ഒരു മകനല്ലേ ഉള്ളൂ എന്ന ഒരു ചിന്ത. എന്നാൽ പരിശീലന കാലഘട്ടം അങ്ങനെ വർഷങ്ങൾ മുമ്പോട്ട് പോയി. ഏകദേശം 8-8.5 വർഷം കഴിഞ്ഞു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, 9ാമത്തെ വർഷമാണ് ഞങ്ങൾക്ക് വെള്ളയുടുപ്പ് ലഭിക്കുക. അതിനു മുൻപ് ശക്തമായ ഒരു തീരുമാനമെടുക്കണം. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ, ആഗ്രഹമുണ്ട്. പലപ്പോഴും വീടിനെക്കുറിച്ചുള്ള ചിന്തകൾ എന്നെ അലട്ടാറുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയുണ്ട്. കഴിഞ്ഞ ഏകദേശം 8-8.5 വർഷക്കാലം ദൈവത്തിൻ്റെ അനുഗ്രഹം കാണാൻ സാധിച്ചില്ലേ?
കുടുംബത്തിലൊക്കെ മാതാപിതാക്കളൊക്കെ വളരെ സന്തോഷത്തോടെ ജീവിച്ച കാലഘട്ടമല്ലേ കഴിഞ്ഞ 8-8.5 വർഷങ്ങൾ. അതുകൊണ്ട് മനസ്സ് മന്ത്രിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക, ദൈവം കൂടെയുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 17.5 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം, അതെ, ദൈവം കൈപിടിച്ചു നടത്തിയ നിമിഷങ്ങളും നൽകിയ നന്മകളുമൊക്കെ എത്രയെത്ര ഓർത്താലും നമുക്ക് നന്ദി പറഞ്ഞാലും തീരില്ല. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളിലേക്കൊക്കെ ധാരാളം അനുഗ്രഹങ്ങൾ, കൃപാകടാക്ഷം ദൈവം ചൊരിഞ്ഞിട്ടുണ്ട്, ഇനിയും ചൊരിയുമെന്ന് എനിക്കറിയാം. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ നിസ്സഹായമായ അവസ്ഥയിൽ, തകർന്നടിയുന്ന നിമിഷങ്ങളിൽ, തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത നിമിഷങ്ങളിൽ ഒരേ ഒരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. അതെ, കഴിഞ്ഞ കാലത്തെ ദുഃഖങ്ങളിലേക്ക് മാത്രം കണ്ണും നട്ടുകൊണ്ടിരിക്കാതെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത ആ നന്മകളില്ലേ, ആ അനുഗ്രഹങ്ങളില്ലേ, അത്ഭുത പ്രവൃത്തികളില്ലേ, അതൊക്കെയൊന്ന് ഓർക്കണം. അതെ, ആ ദൈവത്തിന് ഇനിയും അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര ഇരുളടഞ്ഞ മേഖലയിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ആ ദൈവത്തിന് ശക്തമായ ഒരു ഇടപെടൽ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ നടത്തുവാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ദാവീദിനെ പോലെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചൊരിഞ്ഞ നന്മകൾ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുവാൻ സാധിക്കണം. ദൈവം ചൊരിഞ്ഞ നന്മകൾ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുമ്പം വലിയൊരു പ്രതീക്ഷയാ ലഭിക്കുക. ഞാൻ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചു, പോപ്കെ എന്ന് പറയുന്ന ആ കാർട്ടൂൺ കഥാപാത്രം സ്പിനാച്ച് കഴിച്ചു കഴിയുമ്പം ഭയങ്കര ശക്തിയാണ് അവന് ലഭിക്കുന്നത്. അത് കഴിപ്പിക്കുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? തകർച്ചയുടെ നിമിഷങ്ങളിൽ ഇങ്ങനെ അത് കഴിച്ചിട്ടുണ്ട്, പിന്നെ എനിക്ക് കരുത്തനായിട്ട് ജീവിതത്തെ നേരിടുവാനായിട്ട് സാധിച്ചു എന്ന ബോധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം, അതിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. എന്താണ്? ജീവിതത്തിൽ നമ്മളാരും ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ സാന്നിധ്യങ്ങൾ ധാരാളം, നമ്മുടെ കൂടെയുള്ളവരുടെ ശാരീരിക സാന്നിധ്യമൊക്കെ ഉണ്ടാവാം. എന്നാൽ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയില്ലേ, ആരോടും പറയാൻ പറ്റാത്ത ദുഃഖങ്ങളും വേദനകളും, പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത നൊമ്പരങ്ങളെല്ലാം വഹിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പം ഒറ്റയ്ക്കാണ് എന്ന് ചിലപ്പോൾ തോന്നും. എന്നാൽ ഒറ്റയ്ക്കല്ല. കാരണം എന്താ? ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. ഒരു കാൽപ്പാടുകൾ എന്ന് പറയുന്ന കവിത നിങ്ങളത് വായിച്ചിട്ടുണ്ടാവാം, അതിനെക്കുറിച്ച് അറിയാമായിരിക്കാം. എങ്കിലും ഈ അവസരത്തിൽ അതിലെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരു മനുഷ്യൻ ഒരു സായം സന്ധ്യയിൽ ഇങ്ങനെ കടൽ തീരത്തുകൂടെ നടക്കുകയാണ്. അവൻ നടന്നുകൊണ്ടിരിക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ? അവൻ പിറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പം അവന് മനസ്സിലാക്കാൻ സാധിച്ചു, ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂടെ. അവൻ നോക്കുമ്പോൾ 4 കാൽപ്പാടുകൾ കാണുവാനായിട്ട് അവന് സാധിച്ചു. അവൻ ആ കടൽ തീരത്തിലെ ഒരു ബെഞ്ചിലിരുന്നു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു, നന്മകളൊക്കെ ഓർത്തു. ഭയങ്കര സന്തോഷമാണ്. അന്ന് രാവിലെ തൊട്ട് സായാഹ്നം വരെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. പിന്നെ ഇതാ ഞാൻ ഈ കടൽ തീരത്തൂടെ നടക്കുമ്പം പോലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷമൊക്കെ അയവർക്കിക്കൊണ്ട് അവനങ്ങനെ കടൽ തീരത്തെ ബെഞ്ചിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ഒരു ദിവസം ഈ വ്യക്തി ഈ കടൽ തീരത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വലിയ ദുഃഖവും വേദനയും നൊമ്പരമൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൽ ഉണ്ട്. ഈ ദുഃഖത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, വേദനയുടെ നിമിഷങ്ങളിൽ അവനിങ്ങനെ ചിന്തിച്ചു, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ?
ആർക്കു വേണ്ടിയിട്ടാ ഇങ്ങനെ ജീവിക്കുന്നേ? എന്തൊക്കെയോ കുറേ ഉണ്ടാക്കുന്നു, അങ്ങനെ ഇങ്ങനെ യാന്ത്രികമായിട്ട് ഇങ്ങനെ ജീവിതം കൂടി വന്നാൽ 80-90 വർഷം വരെ പോകുന്നു, അത്രയൊക്കെ ഉള്ളൂ. എന്തിനാ ഇങ്ങനെ ദുഃഖിച്ച് മനസ്സ് മരവിച്ച് ജീവിക്കുന്നത്? അവൻ തളർന്ന് ആ ബെഞ്ചിലിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈ ബെഞ്ചിൽ വലിയ സന്തോഷത്തോടെ ഇരുന്ന വ്യക്തി തളർന്ന് ആ ബെഞ്ചിൽ ഇരിക്കുക ചെയ്യുന്നത്. ശരീരം തളർന്നു കഴിയുമ്പോൾ മനസ്സും തളരും. അപ്പോൾ അവന് ആദിയായി ഭയങ്കര വേദനയായി. അവൻ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു. ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ ഈ ദുഃഖത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ നിശബ്ദനായിട്ടിരിക്കുന്നത്? അവൻ പെട്ടെന്ന് വന്ന വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. കാരണം എന്താ? ദൈവം പണ്ടുണ്ട് എന്ന് അവൻ വിചാരിച്ചു. 4 കാൽപ്പാടുകൾ കണ്ടുകൊണ്ട് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പം പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി. 4 കാൽപ്പാടുകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ കണ്ടതാ, ഇപ്പോഴിതാ ഒരു 2 കാൽപ്പാടുകൾ മാത്രമാ എൻ്റെ മുൻപിൽ അവശേഷിക്കുന്നത്. അവന് ദുഃഖം കൂടി, സങ്കടം കൂടി. അവൻ ദൈവത്തോട് പരാതിപ്പെട്ടു. ദൈവമേ, എൻ്റെ ദുഃഖത്തിൻ്റെ നൊമ്പരത്തിൻ്റെ നിമിഷങ്ങളിൽ അങ്ങെന്താണ് നിശബ്ദനായിരിക്കുന്നത്? ദുഃഖത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളിൽ നിശബ്ദനായ ഒരു ദൈവമോ? എന്തുകൊണ്ടാ ഇപ്പോൾ ഈ സഹനത്തിൻ്റെ മുമ്പിൽ, ഈ വേദനയുടെ മുമ്പിൽ നീ എൻ്റെ കൂടെ വരാതിരുന്നത്? എൻ്റെ 2 കാൽപ്പാടുകൾ മാത്രമാണല്ലോ ഇപ്പോൾ ഈ ദുഃഖത്തിൽ അവശേഷിക്കുന്നത്. അവനങ്ങനെ വലിയ നിരാശയോടെ, മനസ്സ് മടുത്ത് തളർന്ന് നിരാശയോടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഉറങ്ങുന്നതിന് മുൻപ് അല്പം നിശബ്ദമായി ഇരുന്നു. പെട്ടെന്ന് ഒരു വലിയൊരു പ്രകാശം അവന് അനുഭവിച്ചറിയുവാൻ സാധിച്ചു മനസ്സിൽ. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു, മോനെ, നീ ആ കടൽ തീരത്തൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയമില്ലേ? ആ സമയത്ത് നീ കടന്നു പോയപ്പം നീ കണ്ട ആ 2 കാൽപ്പാടില്ലേ, അത് നിന്റെ കാൽപ്പാടല്ല, അത് എൻ്റെ കാൽപ്പാടാണ് എന്ന്. അതായത് ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ നീ വലിയ ദുഃഖത്തിലൂടെ പോവുകയാണെന്ന് എനിക്കറിയാം. അങ്ങനെ വന്നു കഴിയുമ്പം നിന്നെ എൻ്റെ തോളിലേറ്റി ചുമന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ കടൽ തീരത്തൂടെ നടക്കുകയാ. ആ നടന്നു പോയപ്പം ആ 2 കാൽപ്പാടുകൾ നിൻ്റെ അല്ല, അത് എൻ്റെ കാൽപ്പാടുകളാണ് എന്ന് ദൈവം അവനോട് മന്ത്രിക്കുക. അവന് വലിയ സന്തോഷമായി. അവൻ നന്നായി കിടന്നുറങ്ങി. രാവിലെ വീണ്ടും ശക്തിയോടെ കുതിക്കുകയാണ് ജീവിതത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. തകർച്ചകളോ ദുഃഖങ്ങളോ ഒന്നും ഇല്ലാത്ത ജീവിതമില്ല. ഈ ജീവിതത്തിൽ കൂടെയുണ്ട് ദൈവം എന്ന വലിയൊരു വിശ്വാസം നമുക്കുണ്ടാവട്ടെ. മറ്റുള്ളവർ നമ്മൾക്ക് ചെയ്ത ദ്രോഹവും ബുദ്ധിമുട്ടുകളുമൊക്കെ ഓർത്ത് ജീവിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പം പതുക്കെ മനസ്സ് തളരും. മനസ്സ് തളർന്നു കഴിയുമ്പം ശരീരവും തളരും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ നമ്മളെ ബുദ്ധിമുട്ടിച്ച, ദ്രോഹിച്ച വ്യക്തികളൊക്കെ അതെല്ലാം മറന്ന് വളരെ കൂളായിട്ട് ലോകത്തിലെവിടെയോ ജീവിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോഴൊക്കെ. എന്നാൽ നമ്മളോ ചില സാഹചര്യങ്ങളിൽ കൂടെ കൊണ്ട് നടന്ന് ചേർത്ത് പിടിച്ചിട്ട് അവസാനം കിട്ടിയത് ഈ നിന്ദനവും പരിഹാസവുമൊക്കെ. അങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, ജീവിക്കുന്ന എത്രയോ പേരുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുമോ? മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ, അതെ, അവനാണ് ഏറ്റവും വലിയ ശക്തൻ. മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കട്ടെ. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ വരുന്ന ചിന്തകളെ പതുക്കെ ഒന്ന് പോസ് ചെയ്യുവാൻ സാധിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പം ദൈവത്തോട് പറയണം, ദൈവമേ, ഇതാ ഈ നിമിഷം കഴിഞ്ഞ മണിക്കൂറിൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചിന്ത ഇതാണ്. ദൈവമേ, ഈ തിക്തമായ അനുഭവത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈ വേദന, ഈ ദുഃഖം എന്നിൽ അലട്ടുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
എന്നെ കേൾക്കുമ്പോൾ പോലും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ കൈപ്പേറിയ അനുഭവങ്ങളോ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളോ നീറുന്ന പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞകാല ചിന്തകൾ മാത്രമാണ് ജീവിതത്തിലേക്ക് വരുന്നത്. അങ്ങ് ഏറ്റെടുക്കണം, അങ്ങ് ഇടപെടണം, അങ്ങ് എന്നെ ശക്തിപ്പെടുത്തണം. എങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വീണ്ടും പ്രാർത്ഥിക്കണം. ദൈവമേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്ങ് ചൊരിഞ്ഞ നന്മകൾ, അങ്ങ് ചൊരിഞ്ഞ കൃപകൾ, അതൊന്ന് ഓർക്കുവാനുള്ള കൃപ തരണമേ. ദാവീദ് മഹാരാജനെ പോലെ നന്ദി പറയുവാനുള്ള ഒരു മഹാമനസ്കത ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഏറ്റവും സ്നേഹത്തോടെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആയിരിക്കാം. ദൈവമേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ, പ്രത്യേകിച്ച് മനസ്സ് തളരുന്ന അവസരങ്ങളിലെ ആ ചിന്തകൾ, ജീവിക്കണ്ട എന്ന തോന്നലായിരിക്കാം, എന്തിനു ജീവിക്കുന്നു എന്ന തോന്നലായിരിക്കാം, ദൈവം പോലും എന്താണ് നിശബ്ദനായിരിക്കുന്നതെന്ന ചിന്തയായിരിക്കാം. ഈശോയെ, ഈ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെയും അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ ചിന്തകളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ, കഴുകി വിശുദ്ധീകരിക്കണമേ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും ഈശോയെ, അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് ധാരാളമായി ചൊരിയണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.